സഭയിൽ അപമാനിച്ച അധ്യക്ഷൻ മാപ്പ് പറയണമെന്ന അസാധാരണ ആവശ്യവുമായി ജയാ ബച്ചൻ. സഭയുടെ ഡെക്കോറം അധ്യക്ഷന് ബാധകമല്ലേ? പാർലമെന്റിന്റെ ഇരുസഭകൾ, രാജ്യസഭയും ലോക്സഭയും അല്ലെങ്കിൽ ഇവിടെ നിയമസഭ, ഇവിടെയൊക്കെ സഭ നിയന്ത്രിക്കുന്നവരും സഭാംഗങ്ങളും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ളവരും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടാവുകയോ വാക്പോരുണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നത് അത്ര അസാധാരണമായ കാര്യമൊന്നുമല്ല. ജനാധിപത്യ രീതിയിൽ അതൊക്കെ തികച്ചും സാധാരണമാണ്, സ്വാഭാവികമാണ്. പക്ഷേ ഇന്ന് നമ്മൾ പാർലമെന്റിൽ രാജ്യസഭയിൽ കണ്ടത് അത്ര സാധാരണമായ ഒന്നല്ല. സഭാധ്യക്ഷൻ അംഗത്തോട് സംസാരിക്കുന്നതിനിടെ പ്രകോപിതനാവുക, നിങ്ങൾ ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ഈ സഭയുടെ ഡെക്കോറം പാലിക്കണമെന്നൊക്കെ പറയുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതല്ല. ഇത് ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം BJP MP ആയ ഘൻശ്യാം തിവാരി മല്ലികാർജുൻ ഖാർഗെയെ കുറിച്ച് പാർലമെന്റിൽ നടത്തിയ ചില പരാമർശങ്ങളിൽ നിന്നാണ്. ആ പരാമർശങ്ങളിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയുണ്ടായി. ഇന്ന് തുടങ്ങിയ പ്രശ്നമല്ല ഇത്. അപ്പോൾ ഈ മാപ്പ് പറയണമെന്നോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കണമെന്നോ എന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. പകരം ഇത് രാജ്യസഭാ അധ്യക്ഷൻ്റെ, അതായത് ഉപരാഷ്ട്രപതി കൂടിയായ ജഗ്ദീപ് ധൻഖറുടെ ചേംബറിലേക്ക് വിളിച്ച് ഇരുവരും തമ്മിൽ സംസാരിച്ച് തീർത്തു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സംസാരിച്ച് തീർത്തു എന്ന് അവകാശപ്പെട്ടു. പക്ഷേ അപ്പോഴും മല്ലികാർജുൻ ഖാർഗെ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് സഭയിൽ ആവർത്തിക്കാൻ, അല്ലെങ്കിൽ ഈ ചേംബറിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ സഭയിൽ ആവർത്തിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് ചെയ്യുന്നു. ഇതേ തുടർന്ന് ജയാ ബച്ചനെ സംസാരിക്കാൻ വിളിക്കുന്നു. ജയ അമിതാഭ് ബച്ചൻ എന്ന് വിളിച്ച് അവരെ സംസാരിക്കാൻ ക്ഷണിക്കുമ്പോൾ തന്നെ ഒരു പ്രകോപനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവുന്നുണ്ട്. തുടർന്ന് നമ്മൾ സഭയിൽ കണ്ടത് അങ്ങനെ സാധാരണഗതിയിൽ സഭയിൽ സംഭവിക്കാത്ത, കാണാറില്ലാത്ത തരം കാഴ്ചകളാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ അപമാനിച്ചു എന്നും സഭയ്ക്ക് പുറത്ത് വന്ന്, അതങ്ങനെ പതിവുള്ളതല്ല, സഭയ്ക്ക് പുറത്ത് വന്ന് ഒരു അപ്പോളജി വേണം എന്ന് ജയാ ബച്ചൻ പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങനെയാണ്. അങ്ങനെ ഒരു അപ്പോളജി സഭാധ്യക്ഷനിൽ നിന്ന് ആവശ്യപ്പെടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് അവിടെ നടന്ന സംഭവ വികാസങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ജയാ ബച്ചന് അവകാശമുണ്ട്. നോക്കൂ, ഇന്ന് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജയാ ബച്ചൻ ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവരെ ജയ അമിതാഭ് ബച്ചൻ എന്ന് ആവർത്തിച്ച് പലരും വിളിക്കുന്നത് കൊണ്ട് ഇന്ന് അതേ പേര് പറഞ്ഞിട്ട്, അതേ അവരുടെ മുഴുവൻ പേര് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം, ഇത്രയും പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു സ്ത്രീവിരുദ്ധ രാഷ്ട്രീയം ഉണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതിൽ നമുക്ക് അത്ഭുതപ്പെടാം. അത് തന്നെ വീണ്ടും വിളിച്ച് അവരെ പ്രകോപിപ്പിക്കുന്നു. സ്വാഭാവികമായും ജയാ ബച്ചൻ പ്രകോപിതയാവുന്നു. തൊട്ടു മുമ്പ് മല്ലികാർജുൻ ഖർഗെയുടെ മൈക്ക് ഓഫ് ചെയ്തതാണ് എന്നെ കൂടുതൽ വേദനിപ്പിച്ചതെന്നാണ് അവർ പുറത്തു വന്നിട്ട് പറയുന്നത്. നിങ്ങൾ ആരുമായി, പക്ഷേ ഈ സമയത്ത് പറയുന്നത് നിങ്ങൾ ആരുമായിക്കോട്ടെ, ആരായാലും സഭാമര്യാദ പാലിക്കണം, സെലിബ്രിറ്റി ആകാം, പക്ഷേ അത് സഭയിൽ വേണ്ട എന്നൊക്കെയാണ്. എത്രയോ വർഷങ്ങളായി ഈ രാജ്യസഭയിലുള്ള ആളാണ്, അഞ്ചാമത്തെ ടൈമിലാണ്, അത്രയും സീനിയർ ആയിട്ടൊരു മെമ്പറാണ്, ഒരു സെലിബ്രിറ്റിയാണ്, അറിയപ്പെടുന്ന കലാകാരിയാണ്, സ്വന്തമായ വ്യക്തിത്വമുള്ള ആളാണ്. ഇതൊക്കെ ശരി തന്നെ. അവരെ ഒരു സെലിബ്രിറ്റി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നതിൽ ആ സമയത്ത് ഉണ്ട്, ഉറപ്പായും. ആ സമയത്ത് ജഗ്ദീപ് ധൻഖർ സംസാരിക്കാൻ വിളിക്കുന്ന തൃണമൂൽ അംഗമാണെന്ന് തോന്നുന്നു. പിറകിൽ നിന്നൊരു സ്ത്രീ ശബ്ദം നമുക്ക് കേൾക്കാം. അവർ പറയുന്നുണ്ട്, ഇവരൊരു സെലിബ്രിറ്റി മാത്രമാണോ? ഈ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമല്ലേ? എങ്ങനെയാണ് താങ്കൾക്ക് അവരെ ഒരു സെലിബ്രിറ്റി എന്ന് വിളിക്കാനാവുക എന്ന് ചോദിക്കുമ്പോഴാണ് ആരും ആയിക്കൊള്ളട്ടെ, സെലിബ്രിറ്റി ആയിക്കൊള്ളട്ടെ, പക്ഷേ സഭയുടെ ഡെക്കോറം പാലിക്കണം എന്ന് അദ്ദേഹം പറയുന്നത്. ജയ ബച്ചൻ അപ്പോൾ പറയുന്നുണ്ട്, സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ജയ ബച്ചൻ പറയുന്നുണ്ട്, സ്വയം ഒരു കലാകാരി എന്നുള്ള കപ്പാസിറ്റിയിൽ നിന്ന് പോലും അവർ സംസാരിക്കുന്നു. ഞാനൊരു അഭിനേതാവാണ്, എനിക്ക് ആളുകളുടെ ശരീരഭാഷയും ഭാവങ്ങളും ഏറ്റവും നന്നായി മനസ്സിലാകും, നിങ്ങളുടെ സംസാര രീതി ശരിയല്ല എന്ന് പറയുമ്പോൾ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ പറയുന്ന മറുപടി, നിങ്ങളൊരു നടിയാണെങ്കിൽ താൻ സഭയിലെ സംവിധായകനാണ്. എന്തൊരു പെറ്റി വർത്താനാണല്ലേ അതൊക്കെ. പിന്നാലെ പ്രതിപക്ഷത്തിനെതിരെയും പറയുകയാണ്, ആഞ്ഞടിക്കുകയാണ്, അസ്വീകാര്യമായ ഭാഷ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുകയാണ്. ഇതൊരു തുടർച്ചയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ. അതെ അതെ, അത് ഇതിപ്പോൾ തുടങ്ങിയതല്ല സുജിത്ത്. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും ഇപ്പോൾ തുടങ്ങിയതല്ല. ഇന്നലത്തെ ദിവസം സഭയിൽ ഉണ്ടായതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ഈ പ്രകോപനം. ജഗ്ദീപ് ധൻഖർ ഒരു പരിണിതപ്രജ്ഞനായ ഒരു നേതാവാണ്, ഈ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയാണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറയില്ലേ, നല്ല പ്രായമായ അപ്പൂപ്പന്മാരോടൊക്കെ ചെന്ന് വഴക്കുണ്ടാക്കുമ്പോൾ അവരോട് ചെന്ന് ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ അവർ തിരിച്ച് വഴക്കിടാൻ വരുമല്ലോ ചില സമയത്ത്. അതെ അതെ, ഇന്നലെ അദ്ദേഹം ഇറങ്ങി പോകുന്നത് ജയറാം രമേശ് എന്നെ നോക്കി കളിയാക്കി ചിരിച്ചു, ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇത് തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗാട്ടിന്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ടാണ്. ബുധനാഴ്ചയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. വാസ്തവത്തിൽ ബുധനാഴ്ച വിനേഷ് ഫോഗാട്ട് അയോഗ്യയായ വാർത്ത പുറത്തു വരുന്നു. ഇതിന് പിന്നാലെ പാർലമെന്റ് ചേരുകയാണ്. അപ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വിഷയം ചർച്ചയാവുന്നു. ആ സമയത്ത് രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെയെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അനുവദിച്ചില്ല. അന്ന് അവർ പ്രതിഷേധിച്ചു ഇറങ്ങിപ്പോകുന്നു. വ്യാഴാഴ്ച, അതായത് ഇന്നലെ സഭ ചേർന്നപ്പോൾ
തന്നെ അതിലുള്ള പ്രതിഷേധം അംഗങ്ങൾ അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഈ അംഗങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് വിനേഷ് ഫോഗാട്ടിൻ്റെ കാര്യത്തിൽ ദുഃഖമുണ്ട്. അവരൊരു മിടുക്കിയായ കായിക താരമാണ്. പക്ഷെ അവരുടെ കാര്യത്തിൽ ദുഃഖമുണ്ടെങ്കിലും അതൊരു രാഷ്ട്രീയ വിഷയമായി നമ്മൾ കണ്ടതാണ്. ബുധനാഴ്ച ഇതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലുണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ വിഷയമായി ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷത്തെ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇന്നലെ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്തു. അപ്പോൾ അത് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടാക്കി. അദ്ദേഹം സഭാ നടപടികൾ തുടരാൻ ശ്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം തിരിച്ചു ബഹളം വെച്ചു. അപ്പോൾ ഡെറിക് ഒബ്രിയാന് നേരെ അദ്ദേഹം തിരിയുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ നേർക്ക് ഷൗട്ട് ചെയ്യുകയാണോ, ഇത് എന്താ പറയുക, ഹൗ ഡെയർ യു എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം ഡെറിക് ഒബ്രിയാന് നേരെ തിരിഞ്ഞു. നോക്കൂ ശ്രീജ, അതിൽ കുറച്ചുകൂടെ നമ്മളിതിൽ ഈ പ്രശ്നങ്ങളുടെ ഉള്ളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ ആത്മാവിനെ, സഭയുടെ ആത്മാവിനെ കേവലമായിട്ടുള്ള താർക്കിക യുക്തികളിലേക്കൊക്കെ വെട്ടിച്ചുരുക്കിയിട്ട് പെറ്റി പ്രശ്നങ്ങളിലേക്ക്, യഥാർത്ഥ പ്രശ്നങ്ങളല്ലാത്ത പെറ്റി പ്രശ്നങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. അതായത് ഇരു സഭകളിലും മൃഗീയ ഭൂരിപക്ഷം നേടി ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ തന്നെ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തി അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രധാരയ്ക്ക് അനുസരിച്ചുള്ള ഒരു രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാമെന്നുള്ള വിശാല ഗ്രാൻഡ് പ്ലാനുകളൊക്കെ സ്വപ്നം കണ്ട ഒരു പ്രസ്ഥാനമാണിത്. പക്ഷെ വളരെ പെട്ടെന്ന് ഈ ഇലക്ഷനിൽ വലിയ ഒരു വ്യത്യാസം ഉണ്ടാകുന്നു. പ്രതിപക്ഷം വളരെ ശക്തമായ ഒരു പ്രതിപക്ഷമായി മാറുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം തുടർന്നു വന്ന ശീലമല്ല ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇതിപ്പോൾ വിനേഷ് ഫോഗട്ട് ആവട്ടെ, അല്ലെങ്കിൽ ഇന്ന് ഉയർന്നു വന്ന പ്രശ്നമാകട്ടെ, മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിക്കാൻ ശ്രമിക്കുന്നതോ ജയ ബച്ചൻ സംസാരിക്കാൻ ശ്രമിക്കുന്നതോ ഒക്കെ തടഞ്ഞുകൊണ്ട് ഇത്തരം പെറ്റി പ്രശ്നങ്ങളിലേക്ക് സഭയുടെ ബിസിനസിനെ വെട്ടിച്ചുരുക്കുന്നതിൽ ഒരു രാഷ്ട്രീയം സ്വാഭാവികത തീർച്ചയായിട്ടും ഉണ്ടല്ലേ. അതിൽ വലിയൊരു പ്രശ്നം, ഇപ്പം ഞാൻ ഡെറിക് ഒബ്രിയാനെ നേരത്തെ തിരിഞ്ഞതുവരെ പറഞ്ഞു, അത് കഴിഞ്ഞുണ്ടായതാണ് സത്യത്തിൽ കുറച്ചുകൂടി ഗൗരവമേറിയ പ്രശ്നം. സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, സഭയിൽ പ്രതിഷേധമുണ്ടാവുമ്പോൾ ജനാധിപത്യപരമായി പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനുള്ള മാർഗ്ഗമാണ് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. നമുക്കറിയാം, ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അവർ ഈ വഴി ഇറങ്ങും, അപ്പുറത്തെ വഴി കയറി തിരിച്ചു വരും. അതൊരു എന്താ പറയുക, സൂചനയായി, പ്രതിഷേധത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ ഇന്നലെ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, രാജ്യസഭാ അധ്യക്ഷൻ പറയുകയാണ്, ഇത് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പാർലമെന്ററി സ്ഥാപനങ്ങൾക്ക് നേരെയാണ് അവർ ശ്രമിക്കുകയാണ്. അത് അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ സഭയെ വിലവെക്കുന്നില്ല, നിങ്ങൾ ചെയറിനെ വിലവെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ പ്രകോപിതനാവുന്നു. ഇതേ തുടർന്ന് വീണ്ടും പ്രതിപക്ഷം തിരിച്ചു വന്നു, ബഹളം വെച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ പോരാ എന്നുണ്ടെങ്കിൽ ഞാൻ മാറി നിൽക്കാം. അതേ തുടർന്നാണ് നേരത്തെ പറഞ്ഞ ജയറാം രമേശ് എൻ്റെ മുഖത്ത് നോക്കി കളിയാക്കി ചിരിച്ചു, നിങ്ങൾക്ക് ഞാൻ പോരാന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ അദ്ദേഹം സഭാ നടപടികൾ നിർത്തിവെച്ച് തിരിച്ചുപോയി. പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നതോ ബഹളം വെക്കുന്നതോ ഇറങ്ങിപ്പോകുന്നതോ അല്ലെങ്കിൽ ട്രഷറി ബെഞ്ചുകളിൽ നിന്ന് വലിയ മുറവിളി ഉണ്ടാകുന്നതോ ഒക്കെ നമുക്ക് അംഗീകരിക്കാം. അത് സഭയുടെ സ്വാഭാവികമായിട്ടുള്ള ഡെയിലി ബിസിനസ്സാണ്. പക്ഷേ അധ്യക്ഷൻ തന്നെ പിണങ്ങി പോവുക, ഇതാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സംഭവങ്ങൾ. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയേറെ പ്രകോപിതനാവുന്നതും, അല്ലെങ്കിൽ ഇത്രയേറെ സമയം, ഏതാണ്ട് ഒരു 10-40 മിനിറ്റാണ് ഈ ഹോൾ സംഭവങ്ങൾ നീണ്ടു നിന്നത്. ജയ ബച്ചന് നേരെ പക്ഷേ പ്രതിഷേധിക്കുന്നതിൽ മറ്റൊരു ഘടകമുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ജയ അമിതാഭ് ബച്ചൻ എന്ന ഈ വിളിയാണ്. അത് സ്വാഭാവികമായും ഒരാളെ, അവരുടെ പേര് ജയ ബച്ചൻ എന്നാണ്, അവർ വിവാഹത്തിന് ശേഷം സ്വീകരിച്ച ജയ ബാദുരി ജയ ബച്ചനായി മാറി. പക്ഷേ നിങ്ങൾ ജയ ബാദുരി ജയ ബച്ചൻ എന്ന് അവർ സ്വീകരിച്ച പേരിനപ്പുറത്തേക്ക് നിങ്ങൾ ജയ അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കുമ്പോൾ അതിലവർക്ക് അതിനൊരു പ്രശ്നമുണ്ട്. ഇത് കുറച്ച് നേരത്തെ തുടങ്ങിയതാണ്. ആദ്യം ഒരു ദിവസം, കഴിഞ്ഞ മാസം സഭാ സമ്മേളനം നടക്കുന്നതിനിടെ ഒരു ദിവസം ഇത് രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിരുന്ന ആളാണ് ആദ്യമായി ഇങ്ങനെ വിളിക്കുന്നത്. അതെ, അപ്പം അങ്ങനെ വിളിച്ചപ്പോൾ അവരതിലുള്ള അവരുടെ പ്രതിഷേധം അറിയിച്ചു. അവർ, നിങ്ങൾ ഇങ്ങനെയാണോ ഒരു സ്ത്രീയെ, ഈ കർമ്മമണ്ഡലത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ ഭർത്താവിന്റെ പേരിൽ കൊണ്ട് കെട്ടിയാണോ നിങ്ങൾ ഇത് പരിഗണിക്കുന്നത്? പതിറ്റാണ്ടായി ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന അറിയപ്പെടുന്ന നടിയായ രാജ്യമാദരിച്ച കലാകാരിയായ സ്വന്തം വ്യക്തിത്വമുള്ള ഒരാളെ അവരുടെ ഭർത്താവിന്റെ അഡ്രസ്സിൽ തന്നെ അഡ്രസ് ചെയ്യണം. ഒരു കാര്യമില്ല. അവർ അമിതാഭ് ബച്ചൻ ഇല്ലെങ്കിലും അവർ ജയയാണ്. അവർ ജയ തന്നെയാണ്. ഈ രാജ്യം അവർക്ക് ശുഭതയാകാൻ എല്ലാ അവകാശങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ജൂലൈ 2-ാം തീയതി ഇവർ സർക്കാസ്റ്റിക് ആയിട്ട്, നമുക്ക് ഈ സർക്കാസം എന്നൊക്കെ എഴുതി വെച്ച് കാണിക്കാനൊന്നും പറ്റില്ലല്ലോ, ജയ ബച്ചൻ വളരെ സർക്കാസ്റ്റിക്കായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു, ഞാൻ ജയ അമിതാഭ് ബച്ചൻ ഈ കാര്യം സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അത് സർക്കാസമായിരുന്നു, അത് ഭയങ്കര ചിരിയായിരുന്നു. ആ സമയത്ത് ജഗ്ദീപ് ധൻകർ പോലും കുനിഞ്ഞിരുന്ന് ചിരിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതൊരു സർക്കാസമാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പിന്നീട് ജൂലൈ 5-നും അദ്ദേഹം ജയ അമിതാഭ് ബച്ചൻ എന്ന് വിളിച്ചിരുന്നു. അപ്പോഴും അവരുടെ അതൃപ്തി നമുക്ക് വ്യക്തമായിരുന്നു. ഇന്ന്
ഇന്ന് വീണ്ടും ഇങ്ങനെ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ജയാ ബച്ചൻ എണീറ്റ് നിൽക്കുമ്പോൾ അവരെ വീണ്ടും വിളിക്കുകയാണ്. ജയ അമിതാഭ് ബച്ചനാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ പോകുന്ന അവസാനത്തെ ആളെന്ന് പറയുന്നു. അപ്പോൾ അവർ തിരിച്ചു പറയുന്നു, ഞാൻ ജയ അമിതാഭ് ബച്ചൻ ഇക്കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അവരും അതേ സർക്കാസ്റ്റിക്കായി മറുപടി പറയുകയാണ്. അതായത് അത്ര മുതിർന്ന ഒരു വനിതാ അംഗത്തിനെ അവർ ആ കാരണം ഓൾറെഡി സഭയ്ക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ എന്നെ വില കുറച്ച് കാണുന്നതായി എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു തരം പ്രകോപനമാണ്. അതിലവർ പ്രകോപിതയാണ്. മുതൽ അല്ലെങ്കിൽ മുഹമ്മദ് ഹിദായത്തുള്ള മുതൽ നമ്മുടെ KR നാരായണൻ മുതൽ വി ഗിരി മുതൽ ഏറ്റവും വെങ്കയ്യ നായിഡു ഒക്കെ മാന്യമായി കൊണ്ടുനടന്ന മാന്യമായി അലങ്കരിച്ച ഒരു പദവിയാണത്. ആ ഒരു കസേരയിൽ കയറിയിരുന്ന് രാജ്യസഭാ ഉപാധ്യക്ഷന്റെ കസേരയിൽ കയറിയിരുന്ന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുടെ പദവിയിലിരുന്നു കൊണ്ട് ഈ വിധം പെറ്റി പൊളിറ്റിക്സ് പറയുന്നത്, ആണധികാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നത്, പെറ്റി ഈഗോയിലൂടെ ഒരു പക്ഷേ സ്വന്തം പ്രത്യയശാസ്ത്രം ഒളിച്ചു കടത്തി ചർച്ചകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ എന്ന സംശയം തോന്നുന്ന വിധമെങ്കിലും പെരുമാറുന്നത് ഏതായാലും നമ്മുടെ ഭരണഘടനയ്ക്ക് ഭൂഷണമല്ല, നമ്മുടെ സഭയുടെ അന്തസ്സിന് ഭൂഷണമല്ല. സഭ ഒരു സമവായത്തിന്റെ പാതയിലാണ് സഭ എപ്പോഴും കൊണ്ടുപോകേണ്ടത്. കാരണം പ്രതിപക്ഷമുണ്ട്, ഭരണപക്ഷമുണ്ട്. ഇവർക്ക് നടുവിൽ പ്രത്യേകിച്ച് സ്വാധീനങ്ങളൊന്നും ചെലുത്താൻ കഴിയാത്തൊരു വ്യക്തിയായി ഒരു വിഗ്രഹം പോലെ നിൽക്കുന്നതാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭാ അധ്യക്ഷൻ എന്നൊക്കെ പറയുന്ന പദവി. പക്ഷേ ഒരുപക്ഷെ ലോക്സഭയിലും നമ്മൾ ചിലപ്പോഴെങ്കിലും കാണുന്നുണ്ട് ഓം ബിർല എന്ന സ്പീക്കർ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്ന ആരോപണങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ തുടർച്ചയായി പ്രകോപനപരമായി പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയുമേറെ പ്രകോപിതനായി പെരുമാറുന്നത്, ബാലിശമായി പെരുമാറുന്നത് സഭയുടെ അധ്യക്ഷന് ചേർന്നതാണോ എന്നത് ആലോചിക്കേണ്ടതാണ്. ഒരുപക്ഷെ ജയാ ബച്ചൻ ആവശ്യപ്പെടുന്ന ഒരു അപ്പോളജിയിലേക്കൊന്നും കാര്യങ്ങൾ പോയേക്കില്ല. അപ്പോൾ പോലും ഒരു സഭാ നേതാവിന്, സഭാ അധ്യക്ഷന് ചേരുന്നതാണോ ഇത്തരം വളരെ ചെറിയ ബാലിശമായ ഇത്തരം പെരുമാറ്റങ്ങൾ എന്നത് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതാണ്. ICL Finco, the intelligent choice.